ഓക്കെ, ഇതിന്റെ റിലീസ് ഡേറ്റ് പറഞ്ഞാൽ February 7th ആണ്. അതെ. പക്ഷെ February 6th പാൻ ഇന്ത്യൻ പടമായ അജിത്തിന്റെ വിടാമുയർച്ച ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പേടിയുണ്ടോ? കാരണം ഇത് ഈ വിടാമുയർച്ചയുടെ റിലീസിന് ശേഷമാണ് അതിന്റെ റിലീസ് പ്രഖ്യാപിക്കുന്നത്. എന്താണ് ഇതിന്റെ ഇത്? നമ്മൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു സിനിമകളുടെ ഒപ്പം വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം കിടപിടിക്കാനോ നമ്മളില്ല. ഇതൊരു കൊച്ചു ചിത്രമാണ്. ഇതൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ ഈ ഒരു കൊച്ചു സിനിമയിൽ എത്ര വലിയ സിനിമകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആ സിനിമയും കാണണം, എൻ്റെ സിനിമ മാത്രമേ കാണണമെന്നല്ല. ഇതൊരു കലാമൂല്യമുള്ളൊരു സിനിമയാണ്. ഇത്തരം സിനിമകൾ ഇനിയും ചെയ്യാൻ നമുക്ക് പ്രചോദനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർക്ക് എൻ്റെ അടുത്ത് സലീമൊക്കെ പറഞ്ഞാൽ എനിക്കതിനകത്ത് ഒരു രൂപ ലാഭം വേണ്ട, ഈ മുടക്കിയ കാശുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സിനിമ ചെയ്യാമെന്ന് പറഞ്ഞത്. എൻ്റെ കയ്യിൽ കലാമൂല്യമുള്ള ഒരുപാട് കഥകളുണ്ട്, ഇനി ബിസിനസ് പരമായിട്ടുള്ള കഥകളും ഉണ്ട്. അത് ഏതിലേക്ക് പോകണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്. ഇതിലൊരു പർട്ടിക്കുലർ സീനിൽ ഇപ്പോൾ രഹനയുടെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് അശുദ്ധിയാണ്, അടുക്കളയ്ക്ക് വരണ്ടെന്ന് പറയുന്നത്. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ടോ? എനിക്ക് നേരിട്ട് അനുഭവം ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇതെന്താണ് നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഓരോരുത്തരും സ്വന്തം ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ല, നേരിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാനൊരു കഥ എഴുതി, ആ കഥ ഞാൻ അതിനകത്ത് വച്ചിട്ടുണ്ട്. ഇത് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഓരോരുത്തരും ഈ പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ഇതിന്റെ ഓഡിയൻസ് ആണ് പറയേണ്ടത്. അല്ല, ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചുമ്പോൾ നേരിട്ട് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണല്ലോ എഴുതിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. സിനിമയിലെ പല കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ്, അനുഭവങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ ആ സീനിൽ ചോദിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതാണ് ചോദിച്ചത്. അല്ല, ഞാൻ മറുപടി പറഞ്ഞു, അതായത് എന്റെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണ് അല്ലെങ്കിൽ ഇതിന്റെ തെളിവ് എവിടെയാണെന്ന് ചോദിക്കരുത്. കാരണം അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അനുഭവം വന്ന ആൾക്കാർ ഇഷ്ടംപോലെ നമുക്ക് ഇടയിൽ ഉണ്ടാവാം. കഥയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ഓക്കെ, ഇതേ സീൻ തന്നെ കുറെ ഹിന്ദു റിലീജിയനെ ബേസ് ചെയ്തിട്ട് കുറെ ഫിലിംസിൽ വന്നിട്ടുണ്ട്. പക്ഷെ മുസ്ലിം റിലീജിയനെ ബേസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇങ്ങനെ വന്നത്.